പറയാം. എന്താ തിരക്ക്? എന്തോ കോൾ അടിച്ചിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിലെ സൂത്രങ്ങള് എനിക്കൊന്ന് പഠിപ്പിച്ചതാ വേണു. ഫോണിൽ സസ്പെൻസിൽ നിർത്തിയപ്പോ എന്താ കല്യാണം വല്ലതും നിശ്ചയിച്ചോ? എന്താ എനിക്കൊന്നും പാടില്ലേ? എപ്പോഴാ? എവിടുന്നാ? മുമ്പ് എറണാകുളത്ത് വന്ന കേസാണോ? അതല്ല, അത് ഞാൻ കൊണ്ടുവന്നല്ലേ. അത് അമേരിക്കക്ക് പോയി. ഇത് പറയാം. ഒരു സെക്കൻഡ്. നീ എന്താ രാവിലെ വരാത്തത്? രാവിലെ പുറപ്പെടാൻ പറ്റിയില്ല. പിന്നെ അച്ഛൻ അവരുമായിട്ട് വല്ല ഡിസ്കഷനും? മാലേച്ചിയിൽ കത്ത് തന്നിട്ടുണ്ട്. വിവരം അതിലുണ്ട്. സംസാരത്തിലെ പലതൊക്കെ എഴുത്തിലുണ്ടാവും അല്ലേ? വാ, നമ്മുടെ 2-3 കമ്പനിക്കാരേ ഉള്ളൂ. വലിയ പാർട്ടിയൊന്നുമില്ല. നല്ല ഹാൻഡ് റൈറ്റിംഗ്. എന്നിട്ട് കാര്യം പറഞ്ഞില്ല? കല്യാണം ഒരു മഹാസംഭവമൊന്നും അല്ലല്ലോ. ആലോചിക്കുന്നുണ്ട്. ഞാനിന്ന് വിളിച്ചത് എന്റെ ഈ ഹോട്ടൽ പ്രോജക്റ്റ് ഇല്ലേ, അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി ഫ്ലോട്ട് ചെയ്യുന്നു. റിസർവ് ബാങ്ക് പെർമിഷൻ അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ എല്ലാ ഫ്രണ്ട്സും അവരുടെ ഫ്രണ്ട്സും ചേർന്ന് ബ്ലോക്ക് ആയിട്ട് എടുത്താലേ അതൊരു സക്സസ് ആവും. രാജേട്ടാ, ഒരു ചായ കുടിച്ചിട്ട് വരട്ടെ? മുതലാളി ഇപ്പൊ വരില്ലല്ലോ. ആ, അതാദ്യം എന്നോട് പറയാമായിരുന്നില്ലേ? 4 മുഴം നാവുള്ള നിന്റെ ഏട്ടത്തിക്ക് അപ്പൊ തന്നെ ഒരു ഹിന്റ് തരാമായിരുന്നില്ലേ? എല്ലാവരും നിർബന്ധിച്ചപ്പോ ഞാനൊരു സാക്ഷ്യം പറഞ്ഞൊന്നല്ലാതെ പ്രേമത്തിൽ തലകുത്തി വീണിട്ടൊന്നുമില്ലല്ലോ. അത് വിട്ടേക്ക്. ഇനി ചെയ്യേണ്ട എന്താന്ന് ആലോചിക്കാം. രാവിലെ ഫസ്റ്റിംഗ് ഒരു വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാ. ഞാനൊരു തമാശ പറഞ്ഞതായിരുന്നു എന്ന് പറ. എന്ത് വേണേലും പറ. നമുക്ക് ഗ്രാൻഡായിട്ട് നടത്തുകളെ. സൊസൈറ്റിയിൽ 10 പേര് നിന്നെ അറിയാനായിട്ട് ഗംഭീരമായിട്ട് ഇവിടെ വെച്ച് തന്നെ ഒരു റിസപ്ഷൻ. അച്ഛനോട് ഞാൻ തന്നെ വന്ന് പറയണം? വേണ്ട, ഞാൻ പോവാം. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കാറെടുക്കാൻ പറ. പോടാ. വേണുവിനെ ഞാൻ തെറ്റു പറയില്ല. അവര് പറഞ്ഞ് ധരിപ്പിച്ചു. മാഷ വീട്ടുകാരും പറഞ്ഞ് അയാൾ എന്തൊക്കെ ധരിപ്പിച്ചു. അതല്ലേ ഉണ്ടായത്? അങ്ങനെ അങ്ങോട്ട് പറയാൻ വയ്ക്കോ? അല്ല, ഞാൻ അവളുണ്ടല്ലോ, ആ മാലതി, അതെന്താ സാധനം? അവളെയൊക്കെ എന്താടോള് പറഞ്ഞത്? എന്റെ മകള് അവരുടെ ചെക്കനെ കണ്ട് മോഹിച്ചിരിക്കാന്നോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയണ്ടേ? തന്റെ മുമ്പിൽ ചോദിക്കാലോ. ദേവിയോടെ വിളിക്കേ, ഇങ്ങനെ വിളിക്കേ. അവള് അമ്പലത്തിൽ പോയിരിക്ക. നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെയൊക്കെ കളിച്ചു വളർന്ന കുട്ടിയാ രാജനും. ഇനിയിപ്പോ കുട്ടിക്കാലത്ത് അങ്ങനെ വലുതും തോന്നിയിട്ടുണ്ടോന്ന് അത് നമുക്കറിയില്ലല്ലോ. കുട്ടിക്കാലത്ത് പലതും ചെയ്യും. അപ്പി വാരി കളിക്കില്ലേ? വലുതാകും ആർക്കും ചെയ്യുവോ? അപ്പോ ഞാൻ എന്താണാവോട് പറയേണ്ടത്? അയ്യോ, അവരും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാ. അതും മറക്കണ്ട. ധിക്കാരം പറയരുത്. ഇവിടുത്തെ കുട്ടിയുടെ കാര്യം ഞങ്ങൾ ഇപ്പോ ആലോചിക്കുന്നില്ല. അവളെ ഇനിയും പഠിപ്പിക്കാൻ പോവാ. തൽക്കാലം അങ്ങനെ പറഞ്ഞാൽ മതി. കഴിഞ്ഞില്ലേ? പോയില്ലേ? പോയി. ഇന്ന് വീണ്ടും വന്നതാ.
എഴുത്തച്ഛനെ അച്ഛനങ്ങടെ അയച്ചിരുന്നു. ഉം. ചടങ്ങ് മാത്രം മതി ഇവിടെ. അവിടെ ടൗണില് വേണുവേട്ടന് ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത്രേ. പറഞ്ഞില്ലേ, ഞാൻ MSc അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 കൊല്ലത്തേക്ക് ആരും ഒന്നും ആലോചിക്കണ്ട. അച്ഛനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ പറയണ്? ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഈ കാട്ടുമുക്കിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന് നീ തന്നെയല്ലേ എഴുതിയിരുന്നത്? അതിനല്ലേ ഞാൻ വീണ്ടും പഠിക്കാൻ പോണ്. ഇപ്പോഴെന്താ പെട്ടെന്നൊരു ഭൂതോദയം? MSc എടുക്കണമെന്നൊരു വാശി? പഠിക്കുന്നത് ഒരു വാശിക്കാ? രാജേട്ട് നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഒക്കെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ ശരി, നോക്കാം. ഞാനിപ്പോ ബിസിയാണ്. രാവിലെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താ കൺഫ്യൂഷനൊക്കെ തീർത്തില്ലേ? ഇപ്പൊ വേറൊരു കുഴപ്പം. അവക്കിനിയും പഠിക്കണം. തൽക്കാലം കല്യാണത്തെ പറ്റി ആലോചിക്കുന്നില്ല എന്നാണിപ്പോ. എന്ന് ആര് പറഞ്ഞു? കുറിപ്പോ? കൃഷ്ണമ്മാൻ പറഞ്ഞപ്പോ അത്ര വിശ്വസിച്ചില്ല. പക്ഷെ ദേവി അത് തന്നെ പറഞ്ഞു. കല്യാണത്തിൽ തന്നെ താല്പര്യമില്ലാത്തൊരു മട്ട്. നിന്നെ പ്രത്യക്ഷമാക്കാൻ തപസ്സിരിക്കുന്നു എന്നൊക്കെ ഏട്ടത്തി കത്തിലെഴുതിയിട്ട് കൃഷ്ണക്കുറുപ്പായിട്ട് ഞാൻ സംസാരിക്കാം. കല്യാണത്തിന് ബ്രോക്കർ പണിയെടുക്കാൻ ഒരു യോഗം ഉണ്ടാവും. അല്ലാണ്ട് എന്ത് പറയാനാ? ശരി, ഞാൻ സംസാരിക്കാം. ഡോണ്ട് വറി. കുമാരേട്ടാ, രാജനും കൂടെ ഉണ്ടാവും ഉണ്ണാൻ. ഇരിക്കും. ഞാൻ ഒന്ന് ഡോക്ടറെ അടുത്ത് പോകാൻ നിൽക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ വാരിക്കുന്നൊരു വേദന. ഞാനധികം സമയമെടുക്കില്ല. ഇരിക്ക. ഞാൻ എന്തോ പറഞ്ഞു, അവരെന്തോ മനസ്സിലാക്കി. ആകെ ഒരു കൺഫ്യൂഷനായി അല്ലേ? അതൊക്കെ വേണ്ട, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. രാജനിപ്പോ ഒരു വെറും ശമ്പളക്കാരനല്ല. ഒന്നിലൊരു വർക്കിംഗ് പാർട്ട്ണർ, വേറൊരു കമ്പനിയിൽ ശരിക്കും പാർട്ട്ണർ തന്നെ. ബോണസ്, ലാഭത്തിലെ വിഹിതം, അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോ കൊല്ലത്തില് ഒരു വരൂ, ഒന്ന് പറയട്ടെ. അന്വേഷിച്ചപ്പോ പുറത്തു പോയെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എത്തിയിരിക്കും ഊഹിച്ചു. കാര്യങ്ങൾ പറഞ്ഞപ്പോ അച്ഛനും സമ്മതിച്ചു. അവസാനം അച്ഛൻ സമ്മതിച്ചോണ്ട് മാത്രമായില്ലല്ലോ. ഒരു മോഹത്തിന് അവസരം കൊടുത്ത് പിന്നെ ആളെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ല. ആ നിലവാരത്തിലുള്ള ഒരു പെൺകുട്ടിയായിട്ടല്ല ദേവിയെ പറ്റി എന്റെ സങ്കല്പം. ഞാൻ ആർക്കും ഒരു വാക്കും കൊടുത്തിട്ടില്ല. മരം ചുറ്റി പാടി നടന്ന് മോഹിപ്പിച്ചിട്ടുമില്ല. കുറെ കത്ത് വരുമ്പോ മറുപടി അയക്കും, വല്ലപ്പോഴും. അത് നാട്ടുമര്യാദ. ബന്ധുക്കളാവുമ്പോ പ്രത്യേകിച്ച്. സൂചനകൾ മനസ്സിലാവാത്ത പോലെ ഒഴുക്കൻ മറുപടി. ഞാൻ അറിഞ്ഞത്. ഓ, അങ്ങനെയാണോ? സംശയം ഉണ്ടെങ്കിൽ എല്ലാം പെറുക്കിയെടുത്ത് മുമ്പിൽ നിരത്താൻ പറഞ്ഞോളൂ ശിഷ്യനോട്. പക്ഷേ രാജന്റെ വിഷമോ അസ്വസ്ഥയൊക്കെ മാലതി ചേച്ചി എഴുതിയിരുന്നു. കുറച്ച് ഞാൻ നേരിൽ കണ്ടതുമാണല്ലോ. മോഹിക്കാൻ അവസരം കൊടുത്ത് എന്തൊക്കെ പറഞ്ഞല്ലോ, അത് വേറെ ചിലർക്കും ബാധകമാണ്. എന്റെ വീട്ടിലേക്ക് ആദ്യം വന്ന ആലോചന വേറെയായിരുന്നു. നോക്കൂ, അത് ഞാൻ അവന്റെ മനസ്സറിയുന്നതിന് മുമ്പ് ഒരു ഭ്രാന്തൻ ചിന്ത വന്നപ്പോ മൈ മിസ്റ്റേക്ക്. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. വെറും ഒരു ഭ്രാന്തൻ ചിന്ത മാത്രം? അത് കേട്ടപ്പോ ഒരു വരം കിട്ടിയ പോലെ, ഒരു ഈശ്വര നിശ്ചയം പോലെ
കുറച്ചെങ്കിലും സമയം മോഹമായി മനസ്സിൽ കൊണ്ടു നടന്ന ആൾക്കും വിഷമം തോന്നില്ലേ? അതൊരു സത്യമാണ്. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോ അർഹിക്കാത്താണെന്ന് തോന്നി. ഞാൻ അർഹിക്കാത്തത്. കുറച്ച് കാശുണ്ടാക്കി എന്നതൊഴിച്ചാൽ എനിക്ക് അഭിമാനിക്കത്തക്കതായി യാതൊന്നുമില്ല. കുടുംബം, പാരമ്പര്യം, തറവാടിത്തം എന്നൊക്കെ പറയുന്നതിൽ എന്തെല്ലാമോ ചിലതുണ്ട്. അത് സമ്മതിക്കാതെ പറ്റില്ല. രാജൻ... വേണ്ട, വിസ്തരിക്കണ്ട. വയ്യെന്ന് പറഞ്ഞു ഒഴിഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാവുന്നു. വേറെ ആര്, എന്ത് എന്നൊക്കെ നിശ്ചയിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനുള്ള സന്മനസ്സെങ്കിലും വേണം. ഈ രാജൻ എനിക്കൊരു അനുജനെ പോലെ. അച്ഛനോട് പറഞ്ഞതൊന്നും ആവർത്തിക്കണ്ട, കേട്ടതാണ്. നിൽക്കൂ, ഞാൻ മുഴുവൻ പറയട്ടെ. ഇവന്റെ എല്ലാ കാര്യങ്ങളും ഒരാൾ എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ഇവനെ കാണുന്നതിന് മുമ്പ്. അത് ഏൽപ്പിച്ച ആളോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലുള്ളതിന്റെ ഒരു അംശം പോലും ആവില്ല. ജീവിതത്തിൽ ഞാൻ ആകെ കടപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരാളോടാണ്, ശിവേട്ടൻ. കുട്ടിക്കാലത്തെങ്കിലും കണ്ടു കാണും ഇല്ലേ? കുപ്പത്തൊട്ടി കൈയടക്കുന്ന ചാവാളിപ്പട്ടികളോട് അസൂയയും പകയും തോന്നുന്ന അവസ്ഥ. ഫുട്പാത്തിൽ കിടപ്പ്. ബോംബെ എന്ന പരിചയമില്ലാത്ത മഹാനഗരം. ഞാൻ പോട്ടെ, കഥ കേൾക്കാൻ ഇപ്പൊ നേരല്ല. കേൾക്കണം. നിങ്ങൾ വായിക്കുന്ന കഥാപുസ്തകങ്ങളിലൊന്നും ഞാൻ അനുഭവിച്ച ജീവിതത്തിന്റെ ഒരു നുറുങ്ങുകൂടി കാണില്ല. ഭ്രാന്തത്തി അമ്മ ഒന്ന് ചത്തു കിട്ടാൻ പ്രാർത്ഥിച്ചവനാണ് ഞാൻ, നാട് വിടാൻ വേണ്ടി. ക്ലാസ്സിൽ അടുത്തിരിക്കുന്ന കുട്ടികൾ എല്ലാവരും എന്നെ വെറുത്തിരുന്നു. അവരുടെ കുറ്റം കൊണ്ടല്ല, ഉണങ്ങാത്ത ഈറൻ കുപ്പായത്തിന്റെ ദുർഗന്ധം. ജോലി തേടി കള്ളവണ്ടികൾ മാറിക്കേറി ഒടുവിൽ എത്തിപ്പെട്ടത് ബോംബെയിൽ. ഭാഷ അറിയാതെ, ഭക്ഷണമില്ലാതെ, പൈപ്പ് വെള്ളം കുടിച്ച് തെണ്ടി ഒന്നല്ല 9 ദിവസം. വിശപ്പറിഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും. തിങ്കളാഴ്ച നോമ്പിന്റെ വിശപ്പല്ല, ഭക്ഷണത്തിന്റെ ഗന്ധവും രൂപവും മാത്രം മനസ്സിൽ ധ്യാനിച്ചു പോകുന്ന വിശപ്പ്. ആവശ്യത്തിലേറെ മുഷിപ്പിച്ചു കഴിഞ്ഞു. മടുത്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോവാ, ഇല്ലെങ്കിൽ ഒരു 5 നിമിഷം കൂടെ നിൽക്കാം. തലചുറ്റി വീണു. പിന്നെ എപ്പോഴോ കണ്ണു തുറന്നപ്പോ മുന്നിൽ ലോകത്തിൽ വളരെ വളരെ അപൂർവമെന്ന് തോന്നിയ ഒരത്ഭുത വസ്തുവെ ഞാൻ കാണുന്നു. ദയ. അതിന്റെ പേര് ശിവൻകുട്ടി. നല്ല ആളായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്കധികം ഓർമ്മയൊന്നുമില്ല. ആ ശിവേട്ടൻ മരിക്കും മുമ്പ് പറഞ്ഞു, അനുജനെ ഒരു വഴിക്കാക്കണം, കുടുംബം അങ്ങനെ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. അത് വേറെ കഥ. അതിന് വേണ്ടതിലധികം ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. അനുജനെ പോലെയുള്ള ഒരാൾ എന്നോട് ആഗ്രഹം പറയുന്നു. ബാല്യം തൊട്ടേ ലാളിച്ച സ്വപ്നമാണെന്ന് പറയുന്നു. നടത്തി കൊടുക്കേണ്ട ബാധ്യത, ചുരുങ്ങിയത് ഒന്ന് ശ്രമിച്ചു നോക്കേണ്ട ഉത്തരവാദിത്വമെങ്കിലും എനിക്കില്ലേ? ഒരു കടപ്പാടിന്റെ തുടർച്ചയെന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. തെറ്റായ രംഗത്ത് സ്ക്രിപ്റ്റ് അറിയാതെ കയറിപ്പോയ ഒരു കഥാപാത്രത്തിന്റെ ധർമ്മസങ്കടമാണ് എനിക്ക്. അതും സത്യം. എന്തും പിടിച്ചെടുക്കുന്നതാണ് എന്റെ ശീലം, ഇഷ്ടവും. ഒന്നുമില്ലാത്ത ഞാൻ കച്ചവടം തുടങ്ങിയപ്പോഴും ആ ഒരു വാശിയായിരുന്നു മനസ്സിൽ. എന്നേക്കാൾ കാശ്, സ്വാധീനം, പരിചയമൊക്കെ ഉള്ളവരിൽ നിന്ന് ബിസിനസ് പിടിച്ചെടുത്തു. അതിൽ അഭിമാനവും ചിലപ്പോൾ അഹങ്കാരവും ഉണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ശക്തി കുറഞ്ഞവനെ തട്ടിമാറ്റി പിടിച്ചെടുക്കുന്നത് തെറ്റാണെന്ന് മനസ്സ് പറയുമ്പോൾ ഞാനെന്ത് വേണം? ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, മനസ്സിൽ കരുതി വന്നൊന്നുമല്ല പറയേണ്ടി വന്നത്. എന്റെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലായെങ്കിൽ ആശ്വാസം. ദേവി ആലോചിച്ച് തീരുമാനിക്കും. ഐ ലീവ് ഇറ്റ് യു.